പ്രൈം ABGBയുടെ സൈറ്റിലേക്ക് നമ്മൾ ചെന്നെത്തി. ഞാൻ ബിൽഡ് യുവർ PC എടുക്കുന്നു. അവിടെ നമുക്ക് റാം ഓക്കെ. ഞാനപ്പോൾ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്ന 2 കമ്പനികൾ കോർസെയറും G-Skillുമാണ്. എന്ന് വെച്ചിട്ട് ബാക്കിയുള്ള കമ്പനികൾ നേരത്തെ പറഞ്ഞ പോലെ അവർ നല്ലതാണ്. അപ്പോൾ പേഴ്സണലി യൂസ് ചെയ്ത എക്സ്പീരിയൻസ് കൊണ്ട് കോർസെയറും G-Skilലും അത്യാവശ്യം നല്ല കമ്പനികളാണ്. G-Skill ലൈഫ് ടൈം വാറണ്ടിയാണ് റാമിന് കൊടുക്കുന്നത്. അതുപോലെ കോർസെയറും നല്ല ബ്രാൻഡാണ്. അപ്പോൾ നമുക്ക് ഈ 2 ബ്രാൻഡ് ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ കോർസെയർ സെലക്ട് ചെയ്യുന്നു, G-Skillും സെലക്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ കോർസെയർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ 2 കാറ്റഗറി കൊടുത്തിട്ടുണ്ട്, DDR3 DDR4. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വി ആർ ഓൺ DDR4 ഓക്കെ. പിന്നെ നമ്മുടെ റാമിൻ്റെ കപ്പാസിറ്റി, അതായത് ഈ കാണുന്നതാണ് റാം എന്ന് പറയുന്നത്. ഒരു സിംഗിൾ സ്റ്റിക്കിൻ്റെ കപ്പാസിറ്റി എത്ര ചൂസ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ മദർ ബോർഡ് നമ്മൾ വെക്കാൻ പോകുന്ന പ്രോസർ അനുസരിച്ചാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്ത പ്രോസറിൽ 128 GB വരെ റാം സപ്പോർട്ടറാണ്. സോ നമ്മൾ ചെറിയ മൊഡ്യൂൾസ് എടുത്ത് സാമ്പത്തിക നഷ്ടം വരുത്തരുത്. അപ്പോൾ മിനിമം 16 GB സിംഗിളുള്ള മൊഡ്യൂൾസ് എടുക്കുന്നതാണ് ഉത്തമം. കാര്യം നമുക്ക് 64 GB വരെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളെങ്കിൽ 16 GB. 32 ഇന്നത്തെ കാലഘട്ടത്തിൽ 32 ഇത്തിരി പ്രൈസി ആയിരിക്കും. നമുക്ക് കുറച്ചുകൂടി കഴിയുമ്പോൾ ചിലപ്പോൾ 32ൻ്റെ മൊഡ്യൂൾസ് പ്രൈസ് കുറയാൻ സാധ്യതയുണ്ട്. പക്ഷേ 16 GB സ്റ്റാൻഡേർഡായിട്ട് എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഞാനിവിടെ 1x16 GB റാം ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന 2 കാറ്റഗറിയാണ്. ഒന്ന് കോർസെയറിൻ്റെ വെഞ്ചൻസ് LPX, ഇത് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. നല്ല മെമ്മറിയാണ്, 16 GB, അതായത് ഒരു സിംഗിൾ സ്റ്റിക്കിൽ 16 GB വരുന്ന മെമ്മറിയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സ്റ്റിക്കറിന് നിങ്ങൾ കൂടുതൽ നമ്പർ വാങ്ങിക്കുക, അതായത് 4 എണ്ണം വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 64 GB വരെ നിങ്ങൾക്ക് സിസ്റ്റത്തിൽ റാം എക്സ്പാൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു ബേസിക് മ്യൂസിക് പ്രൊഡക്ഷൻ സിസ്റ്റത്തിന് 16 GB ഇനഫാണ്, അതിൽ കൂടുതൽ തൽക്കാലം വേണമെന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു റാം നമുക്ക് ചൂസ് ചെയ്യാം. കോർസെയറിൻ്റെ വെഞ്ചൻസ് എന്ന് പറഞ്ഞാണ്. ഇതിന് അത്യാവശ്യം നമുക്ക് ഹീറ്റൊക്കെ പോകാനായിട്ട് ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, ഹീറ്റ് സിങ്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. ഇത് LPX ആയതുകൊണ്ട് ഇതിൻ്റെ ഹൈറ്റും കുറവാണ്. അപ്പം നമുക്ക് വലിയ CPU കൂളറൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഹൈറ്റ് ഒരു പ്രശ്നമായിരിക്കും. അപ്പോൾ അത്തരം പ്രോബ്ലംസ് ഇതിൽ വരുന്നില്ല. അതുകൊണ്ട് തന്നെ LPX നല്ലൊരു സ്റ്റേബിളായിട്ടുള്ള, നമുക്ക് നല്ല പെർഫോമൻസും അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ളൊരു മൊഡ്യൂളാണ് കോർസെയറിൻ്റെ വെഞ്ചൻസ് LPX 16 GB സ്റ്റിക്ക്. 6679 രൂപയാണ് ഇതിന് പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കിയ കമ്പനി G-Skillലാണ്. G-Skill നല്ല കിടില റാമാണ്. G-Skill റാമിൻ്റെ പ്രത്യേകം നമുക്ക് RGB ഒക്കെ വരുന്നുണ്ട്, കോർസെയറിലുണ്ട്. അപ്പോൾ G-Skillൻ്റെ റെക്കമെൻഡ് ചെയ്യുന്ന മൊഡ്യൂൾ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ 1x16 GB എടുക്കുന്നു. അപ്പോൾ G-Skillൻ്റെ ട്രൈഡൻസ് ഞാൻ ക്ലിക്ക് ആയില്ല തോന്നുന്നു. ഓക്കെ, ക്ലിക്ക് ചെയ്തു. അപ്പോൾ G-Skillനെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന മൊഡ്യൂൾ എന്ന് പറയുന്നത് G-Skillൻ്റെ ട്രൈഡൻ Z RGB. അപ്പോൾ നമുക്ക് ഇന്നത്തെ മോഡേൺ കമ്പ്യൂട്ടേഴ്സെല്ലാം ലൈറ്റിങ് ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ലൈറ്റിംഗ് ഉള്ള സിസ്റ്റമാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ, കേസും അതുപോലെ മദർ ബോർഡൊക്കെ എടുക്കുന്നെങ്കിൽ നിങ്ങൾക്ക് അത്തരം കമ്പോണൻറ്റിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൊരു മൊഡ്യൂൾ ആയതുകൊണ്ടാണ് ട്രൈഡൻ Z RGB റെക്കമെൻഡ് ചെയ്യുന്നത്. നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഇതിൽ ഇൻബിൽറ്റ് ഒരു RGB ഒക്കെ ഉണ്ട്. നമുക്ക് പ്രത്യേകിച്ച് വേറെ RGB കൺട്രോളറോ അല്ലെങ്കിൽ മദർ ബോർഡിൽ ഓപ്ഷനോ ഇല്ലെങ്കിലും അത്യാവശ്യം ഒരു ലൈറ്റിംഗ് ഒക്കെ ഇതിൽ കിട്ടും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആ മൊഡ്യൂൾ ചൂസ് ചെയ്യാം. അപ്പോൾ 2 ഓപ്ഷനുണ്ട് G-Skillൻ്റെ ട്രൈഡൻ Z RGBക്കകത്ത്. 16 GBയുടെ 3200 MHz സ്പീഡിലുണ്ട്, 3000 MHz ഉള്ളുണ്ട്. അപ്പോൾ രണ്ടും തമ്മിൽ പ്രൈസിന് ചെറിയ ഡിഫറൻസേ ഉള്ളൂ. അപ്പോൾ RGB വരുന്നതുകൊണ്ടാണ് ഇതിന് പ്രൈസ് കുറച്ച് ഫ്രണ്ടിൽ നിൽക്കുന്നത്, 8185. ഇപ്പോൾ RGB ഇല്ലാത്ത അവരുടെ G-Skillൻ്റെ മൊഡ്യൂൾ 6850. നമ്മൾ നേരത്തെ നോക്കിയത് 6679. അപ്പോൾ RGB നിങ്ങൾക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോർസെയറിൻ്റെ വെഞ്ചൻസിൻ്റെ ഈ മൊഡ്യൂളോ അല്ലെങ്കിൽ G-Skillൻ്റെ റിപ്ജോസിൻ്റെ ഈ ഒരു മൊഡ്യൂളിലേക്ക് നിങ്ങൾക്ക് പോകാവുന്നതാണ്. ഇത് നമ്മുടെ മദർ ബോർഡിൽ തീർച്ചയായിട്ടും വർക്ക് ചെയ്യും. റിപ്ജോസ് അവരുടെ നല്ലൊരു സീരീസാണ്. അതുപോലെ ട്രൈഡൻ Z എന്ന് പറയുന്നതും നല്ല സീരീസാണ്. ട്രൈഡൻ Zയിൽ നമുക്ക് ഈ RGB ഉണ്ട്. അപ്പോൾ അത്യാവശ്യം ലൈറ്റിംഗ് താല്പര്യമുള്ള ആൾക്കാർക്ക്, നമ്മുടെ സിസ്റ്റം ഷോ അപ്പ് ചെയ്യണം എന്നുള്ള ആൾക്കാർക്ക് നമുക്ക് RGB സീരീസിലേക്ക് പോകാം. ഒരു 2000 റുപ്പീസിൻ്റെ ഡിഫറൻസ് വരുന്നുണ്ട്. ബട്ട് ഇഫ് ഇറ്റ് ഈസ് നെഗ്ലിജിബിൾ നിങ്ങൾക്ക് ഈ മൊഡ്യൂളിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ റാം എടുത്തു, മദർ ബോർഡ് എടുത്തു, പ്രോസസ്സർ എടുത്തു. ഇനി നമുക്ക് അടുത്ത വേണ്ടത് സ്റ്റോറേജ് ആണ്. പെർമനൻറ്റ് സ്റ്റോറേജിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ നോക്കുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് 2 ഓപ്ഷനുണ്ട്. നമുക്ക് വേണമെങ്കിൽ 2 ടൈപ്പിലാണ് നമുക്കിന്ന് സ്റ്റോറേജ് വരുന്നത്. ഒന്ന് സാധാരണ കൺവെൻഷണൽ മെക്കാനിക്കൽ ഹാർഡ് ഡ്രൈവ്. അപ്പോൾ മെക്കാനിക്കൽ ഹാർഡ് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് സ്പിൻ ചെയ്യുന്ന ഒരു ഡിസ്ക് ഉണ്ടാവും, അത് ബേസിലാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലാതെ ഇപ്പോഴത്തെ ന്യൂ ജനറേഷനിൽ നമുക്ക് സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്സ് ഉണ്ട്. സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്സ് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് NVMe എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ വരുന്നു, 2 നമുക്ക് സാറ്റയിൽ കൊടുക്കാവുന്നു. അപ്പോൾ ബഡ്ജറ്റ് ഓറിയൻറ്റഡ് സിസ്റ്റം ആയതുകൊണ്ട് ഞാനിപ്പോൾ തൽക്കാലം സാറ്റ ബേസ്ഡ് സ്റ്റോറേജിലേക്ക് പോകുന്നു. നമുക്ക് ഹാർഡ് ഡിസ്കും സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം സെലക്ട് ചെയ്യുന്നത് SSD എന്ന് പറഞ്ഞ കാറ്റഗറി. നമ്മൾ ഇപ്പോൾ തിരിച്ചുകൂടെ പോയി കഴിഞ്ഞാൽ ബിൽഡ് യുവർ PCയിൽ SSD ഉണ്ട്, സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് ആണ്. അപ്പോൾ നമ്മൾ ഹാർഡ് ഡിസ്കിന് കമ്പയർ ചെയ്യുമ്പോൾ SSD അത്യാവശ്യം പ്രൈസ് ഉണ്ട്, പക്ഷേ കപ്പാസിറ്റി കുറവായിരിക്കും, എങ്കിലും നമുക്ക് നല്ല സ്പീഡായിരിക്കും. ഇപ്പോൾ ഹാർഡ് ഡിസ്ക് വർക്ക് ചെയ്യുന്നതിൻ്റെ
ഒരു 6 times പെർഫോമൻസിൽ നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും SSD ഉപയോഗിച്ചിട്ട്. സിസ്റ്റം വളരെ ഫാസ്റ്റായിട്ട് നിൽക്കും. പ്രത്യേകിച്ച് മ്യൂസിക് പ്രൊഡക്ഷൻ ആപ്ലിക്കേഷൻസിന് ഞാൻ തീർച്ചയായിട്ടും SSD റെക്കമെൻഡ് ചെയ്യുന്നു. അപ്പോൾ SSDയിൽ ഞാൻ നോക്കുന്നത് ക്രൂഷ്യൽ എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ് നോക്കുന്നത്. അതേപോലെ നിങ്ങൾക്ക് കിങ്സ്റ്റൺ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യേണ്ട കപ്പാസിറ്റി നമുക്ക് ഹാർഡ് ഡിസ്ക് പോലെ 1 TB 2 TB ഒന്നും കിട്ടില്ല എന്നല്ല, ഉണ്ട്. പക്ഷേ അത് പ്രൈസി ആയിരിക്കും. ഇപ്പോൾ നമ്മുടെ സിസ്റ്റം ഒരു ബഡ്ജറ്റ് ആയതുകൊണ്ട് ഞാനിപ്പോൾ റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു 240 GB SSD ആണ്. അപ്പോൾ ക്രൂഷ്യലിൻ്റെ 240 GB BX500 SATA 3 SSD അത്യാവശ്യം നല്ല പെർഫോമൻസും അതേപോലെ തന്നെ നമുക്ക് വലിയ ബഡ്ജറ്റും ഇല്ലാത്തൊരു വലിയ ബഡ്ജറ്റ് നമുക്ക് വരുന്നില്ല. 3159 വരുന്നത്. അപ്പോൾ ക്രൂഷ്യലിൻ്റെ നല്ലൊരു ഹാർഡ് ഡിസ്ക്കാണ് 240 GB. അപ്പോൾ നമ്മൾ അടുത്ത 480 GB പോയി കഴിഞ്ഞാൽ 5500 രൂപയുണ്ട്. അപ്പോൾ ബഡ്ജറ്റുള്ള ആൾക്കാർക്ക് കുറച്ചുകൂടി ബെറ്റർ കപ്പാസിറ്റി വേണമെന്നുള്ളവർക്ക് 480 GB വയ്ക്കാം. അപ്പോൾ നമ്മളിത് കൂടുതലും വിൻഡോസോ അല്ലെങ്കിൽ മാക് ഇൻസ്റ്റാളേഷനോ വേണ്ടിയിട്ട് മാത്രമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് മെയിൻ ഡ്രൈവ് അത്രത്തോളം കപ്പാസിറ്റി വേണമെന്നില്ല. ഈവൻ 120 GB ഡ്രൈവിലും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. പക്ഷേ 240 GB ആണെങ്കിൽ കുറച്ചുകൂടി സേഫാണ്. നമുക്ക് എന്തെങ്കിലും സൗണ്ടിൻ്റെ ലൈബ്രറിയോ കാര്യങ്ങളൊക്കെ കൂടി നമുക്ക് അതിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സോഫ്റ്റ്വെയർസും അഡീഷണൽ കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ നമുക്ക് സ്പേസ് വേണമെങ്കിൽ 240 GB ഡ്രൈവ് സെലക്ട് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് കിങ്സ്റ്റൺ ഡ്രൈവ് ഉണ്ട്. കിങ്സ്റ്റൺ ഡ്രൈവ് വളരെ ഫേമസ് ആണ്. അപ്പോൾ കിങ്സ്റ്റൻ്റെ A400 ഫേമസ് ആയിട്ടുള്ളൊരു ഡ്രൈവാണ് SSDയിൽ. അപ്പോൾ SSD ഇറങ്ങിയ സമയത്ത് കിങ്സ്റ്റൺ ആണ് കൂടുതൽ സെയിൽസ് ഉണ്ടായിരുന്നത്. ഇപ്പോഴും സെയിൽസ് ഉണ്ട്. അപ്പോൾ കിങ്സ്റ്റൻ്റെ 240 GB SSD A400 ഇവിടെ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം പ്രൈസ് ഉണ്ട്. 4250 240 GBക്ക് പ്രൈസ് വരുന്നത്. അപ്പോൾ അതേസമയം നമുക്കിവിടെ 500 GB പ്രൈസ് വരുന്നത് 480 GB പ്രൈസ് വരുന്നത് 5800 അപ്പോൾ കിങ്സ്റ്റണും നമുക്ക് ക്രൂഷ്യലും കമ്പയർ ചെയ്യുന്ന സമയത്ത് ക്രൂഷ്യലിന് 240 GB കുറച്ചുകൂടി ബെറ്റർ പ്രൈസിംഗ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടും നല്ല കമ്പനികളാണ്. അത്യാവശ്യം വാറണ്ടി ഉണ്ട്. SSD ഇറങ്ങിയ സമയത്ത് ആക്ച്വലി 5 year to 10 year വാറണ്ടി കൊടുത്തിരുന്നു. പക്ഷേ സമയം കുറച്ചുകൂടി പോകുന്തോറും അവർ വാറണ്ടി കുറച്ചുകൊണ്ട് വന്നു. അതുപോലെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസും കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ SSD ഒരുപാട് കാലം നിൽക്കും. ഒരു അറൗണ്ട് 5 to 6 years എന്തായാലും SSDs കുഴപ്പമില്ലാതെ നിൽക്കും. അപ്പോൾ വാറണ്ടി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ പ്രോഡക്ട്സ് എടുക്കാവുന്നതാണ്. അപ്പോൾ മാത്രമല്ല നമ്മൾ കമ്പോണൻസിൻ്റെ വാറണ്ടിയെക്കുറിച്ച് ഇതുവരെ ചർച്ച ചെയ്തില്ല. നമുക്കത് ലാസ്റ്റ് നോക്കാവുന്ന എന്തൊക്കെയാണ് ഇതിൻ്റെ വാറണ്ടി പോളിസീസ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, നമ്മൾ സ്റ്റോറേജിനപ്പോൾ 240 GB ക്രൂഷ്യൽ അല്ലെങ്കിൽ നമ്മൾ കിങ്സ്റ്റൻ്റെ A400 സെലക്ട് ചെയ്യുന്നു. നെക്സ്റ്റ് നമുക്കിവിടെ വേറൊരു മെമ്മറി സ്റ്റിക്ക് പോലത്തെ ഒരു സംഗതി കാണാം. ഇത് പുതിയ ജനറേഷൻ NVMe PCI Express SSD ആണ്. അപ്പോൾ ഈ കാണുന്ന SSDക്ക് ഉള്ളിലുള്ള ചിപ്പുകൾ തന്നെയാണ് ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നത്. പക്ഷേ അതിൻ്റെ കണക്ഷൻ ഫോർമാറ്റ് വ്യത്യാസമുണ്ട്. നമ്മുടെ മദർ ബോർഡും ആക്ച്വലി ഈ പറഞ്ഞ NVMe സ്റ്റോറേജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു സിംഗിൾ സ്ലോട്ട് നമ്മുടെ മദർ ബോർഡിൽ ഉണ്ട് NVMe ഡ്രൈവ് കണക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിങ്സ്റ്റൻ്റെ കണ്ടില്ല A200 250 GB 4250 രൂപ വരുന്നുള്ളൂ. അത്യാവശ്യം ബഡ്ജറ്റിലുള്ള ഒരു NVMe ഡ്രൈവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാം. ഇത് നേരെ മദർ ബോർഡിൽ തന്നെയാണ് പ്ലഗ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്ലോട്ട് നമ്മുടെ മദർ ബോർഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. Z390 UD എന്ന് പറഞ്ഞ മദർ ബോർഡിൽ ഒരു സ്ലോട്ടുണ്ട്. കുറച്ചുകൂടി വലിയ മദർ ബോർഡുകളിൽ 2 or 3 NVMe ഡ്രൈവ് വയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. നമ്മുടെ സാറ്റ ഡ്രൈവുകളെക്കാളും വീണ്ടും ഒരു 10 ഇരട്ടി ഫാസ്റ്റ് നമുക്ക് പറയാം. ഇത് കാര്യം നേരിട്ട് കമ്പ്യൂട്ടറിൻ്റെ PCI Express ബസ്സിലേക്കാണ് ഇത് പോകുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റ് ആയിരിക്കും. അപ്പോൾ പുതിയ ജനറേഷൻ കമ്പ്യൂട്ടറുകളിലേക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പറഞ്ഞ NVMe ഡ്രൈവിലേക്ക് പോകാവുന്നതാണ്. നമുക്ക് ക്രൂഷ്യലിൻ്റെ NVMe ഡ്രൈവ്സും അതുപോലെയുണ്ട്. 250 GBക്ക് ഇത്രേ പ്രൈസ് വരുന്നുള്ളൂ. സോ NVMe ഡ്രൈവ്സ് അത്യാവശ്യം ഹീറ്റ് ആവുന്നതാണ്. അപ്പോൾ അതിന് പ്രത്യേകം ഹീറ്റ് സിങ്ക് ഒക്കെ പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ നമ്മുടെ മദർ ബോർഡുകൾ കോമൺ ആയിട്ട് NVMe ഡ്രൈവ്സിനുള്ള ഹീറ്റ് സിങ്ക് അതിൽ തന്നെ അറ്റാച്ച് ചെയ്ത് വരുന്നതുകൊണ്ട് നമുക്ക് അത് ഉപയോഗിക്കാവുന്നതാണ്. സോ സാറ്റ ബേസ്ഡ് SSD ചൂസ് ചെയ്യുന്നവർക്ക് അത് യൂസ് ചെയ്യാം. ഇല്ല NVMe ഡ്രൈവ് വേണമെന്നുള്ളവർക്ക് ഇത് ചൂസ് ചെയ്യാം. NVMe ഡ്രൈവ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ 2 സാറ്റ പോർട്ട് നമുക്ക് നഷ്ടപ്പെടും എന്ന് പറഞ്ഞാൽ കാര്യം ഈ സാറ്റയുടെ ബസ് ഇതേപോലെ തന്നെ NVMeയുടെ ബസ്സൊക്കെ സിമിലറായിട്ട് ഷെയർ ചെയ്യുന്നതുകൊണ്ട് ചിലപ്പോൾ ഒരു NVMe ഡ്രൈവിന് 2 സാറ്റ പോർട്ട് ചിലപ്പോൾ നഷ്ടപ്പെടും. അപ്പോൾ അത് മദർ ബോർഡിൻ്റെ സ്പെസിഫിക്കേഷൻ നോക്കിയിട്ട് ചെക്ക് ചെയ്യേണ്ട കാര്യമാണ്. സോ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ 2 or 3 ഡ്രൈവുകളെ കണക്ട് ചെയ്യുന്നുള്ളൂണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ NVMe ഡ്രൈവ്സ് നമുക്ക് യൂസ് ചെയ്യാം. എലോങ് വിത്ത് നമ്മുടെ മെക്കാനിക്കൽ ഹാർഡ് ഡ്രൈവ് നമുക്ക് യൂസ് ചെയ്യാൻ വേറെ പ്രശ്നമില്ല. ഓക്കെ, സോ നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ചിട്ട് either നിങ്ങൾ എന്ത് ചെയ്യുക, SSD അല്ല എന്നുണ്ടെങ്കിൽ NVMe ബേസ്ഡ് ഡ്രൈവ്സ് ചൂസ് ചെയ്യുക. അപ്പോൾ നേരത്തെ പറഞ്ഞ 240 GB ധാരാളമാണ്. അത്യാവശ്യം വേണ്ട കമ്പോണൻറ്റുകളൊക്കെ നമ്മൾ ചൂസ് ചെയ്ത് പ്രോസസ്സർ, മദർ ബോർഡ്, റാം, അതേപോലെ തന്നെ സ്റ്റോറേജ്. ഇനി നമ്മൾ നോക്കുന്നത് ഗ്രാഫിക്സ് കാർഡാണ്. അപ്പോൾ ഗ്രാഫിക്സ് കാർഡ് എന്തിനാണ് ആവശ്യം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും മോണിറ്റേഴ്സ് കൊടുക്കാനാണ്. അപ്പോൾ മ്യൂസിക് പ്രൊഡക്ഷന് തീർച്ചയായിട്ടും മൾട്ടിപ്പിൾ മോണിറ്റേഴ്സ് ഉപയോഗിക്കും. ഒന്നിൽ കൂടുതൽ മോണിറ്ററുകൾ ഉപയോഗിക്കും. അപ്പം നമുക്ക് ഒന്നിൽ കൂടുതൽ മോണിറ്ററുകൾ ഉപയോഗിക്കുകയും അതുപോലെ തന്നെ നമുക്ക് പെർഫോമൻസ് നമുക്ക് കിട്ടുന്നതുമായിട്ടുള്ള ഒരു സെപ്പറേറ്റ് ഗ്രാഫിക്സ് കാർഡ് നമുക്ക് വാങ്ങിച്ചു വയ്ക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. അപ്പോൾ നമുക്ക് ഗ്രാഫിക്സ് കാർഡിൻ്റെ സെക്ഷനിലേക്ക് ഒന്ന് പോകാം.
ബിൽഡ് യുവർ പീസിയിൽ ഇവിടെ ഗ്രാഫിക്സ് കാർഡുണ്ട്. അപ്പോൾ ഗ്രാഫിക്സ് കാർഡ് ഗെയിമിംഗ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ വളരെ ഇഷ്ടമുള്ള കാര്യമാണ് ഗ്രാഫിക്സ് കാർഡ് എന്ന് പറയുന്നത്. ഗെയിമിങ്ങിന് മാത്രമല്ല നമുക്ക് ഗ്രാഫിക്സ് കാർഡ് ഈ പറഞ്ഞ പോലെ എല്ലാ ആപ്ലിക്കേഷനും നമുക്ക് യൂസ് ചെയ്യാം. കാര്യം നമ്മുടെ ഡിജിറ്റലോടെ വർക്ക് സ്റ്റേഷൻ സോഫ്റ്റ്വെയറുകളൊക്കെ തന്നെ അത്യാവശ്യം നല്ല ഗ്രാഫിക്സ് ഉണ്ട്. അപ്പോൾ അതിനകത്തുള്ള പ്ലഗിൻസുകളും കാര്യങ്ങളൊക്കെ തന്നെ നല്ല ഗ്രാഫിക്സ് ഇൻ്റർഫേസാണ് തരുന്നത്. അപ്പോൾ അതൊക്കെ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഗ്രാഫിക്സ് കാർഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോൾ ഞാനിവിടെ 2 കമ്പനികളാണ് നോക്കുന്നത്. ഇതെല്ലാം നല്ല കമ്പനികളാണ്. നമ്മൾ സഫയർ എന്ന് പറഞ്ഞ കമ്പനി, ഞാൻ ആദ്യം പറഞ്ഞ പോലെ macOS കമ്പാറ്റബിലിറ്റിക്ക് വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ ഹാർഡ്വെയറുകൾ സെലക്ട് ചെയ്യുന്നത്. macOS വിൻഡോസ് പോലെയല്ല, എല്ലാ ഹാർഡ്വെയർസിലും നമുക്ക് macOS റൺ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ ചൂസ് ചെയ്യുന്ന കമ്പോണൻസൊക്കെ വളരെ കൃത്യമായിട്ട് ബാധിക്കും. അപ്പോൾ ഞാൻ സഫയറിൻ്റെ ഗ്രാഫിക്സ് കാർഡ്, സഫയർ നല്ല കമ്പനിയാണ്. സഫയറിൻ്റെ ഗ്രാഫിക്സ് കാർഡിൽ നമുക്ക് മാക് കമ്പാറ്റബിളായിട്ട് വരുന്ന ബഡ്ജറ്റിൽ കിട്ടുന്ന നല്ല പെർഫോമൻസ് ഉള്ള, ഈവൻ നിങ്ങൾക്ക് ഗെയിം കളിക്കണമെങ്കിൽ ഗെയിം കളിക്കാം, അതിനൊക്കെയുള്ള സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗ്രാഫിക്സ് കാർഡാണ് സഫയറിൻ്റെ പൾസ് എന്ന് പറഞ്ഞ സീരീസ്. സഫയർ പൾസ് AMD Radeon RX 580. അപ്പോൾ മെയിനായിട്ട് 2 ഗ്രാഫിക്സ് കമ്പനികളാണുള്ളത്, NVIDIAയും ATI Radeonഉം. ഇപ്പോൾ ATI Radeon എന്ന് പറഞ്ഞ കമ്പനി ആക്ച്വലി AMD ആണ് അക്വയർ ചെയ്തിരിക്കുന്നത്, അതുകൊണ്ടാണ് AMD എന്നുള്ള പേര് കൊടുത്തിരിക്കുന്നത്. മാക് ബേസ്ഡ് സിസ്റ്റങ്ങൾ, അതായത് പുതിയ macOSകളിൽ മൊജാവെ, അതേപോലെ തന്നെ മൊഹാവെ, കാറ്റ്ലീന തുടങ്ങിയ OSകളിൽ NVIDIA ഗ്രാഫിക്സ് കാർഡിൻ്റെ സപ്പോർട്ട് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് NVIDIA ഗ്രാഫിക്സ് കാർഡിലേക്ക് പോകാൻ പറ്റില്ല ഇഫ് യു ആർ ഗോയിങ് ടു റൺ എ macOS. സോ ഞാൻ AMD Radeon ഗ്രാഫിക്സ് കാർഡാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം മിഡ് റേഞ്ച് ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റിയ നല്ലൊരു കാർഡാണ് RX 580 എന്ന് പറയുന്നത്. ഇതിലും നമുക്ക് ഒരുപാട് നമ്പറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. സോ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ സഫയർ പൾസ് AMD Radeon RX 580 വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള നല്ല കാർഡാണ്. 8GB ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഗ്രാഫിക്സ് മെമ്മറി വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല പെർഫോമൻസിൽ വർക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഈ ഗ്രാഫിക്സ് കാർഡ് ഒന്ന് നോക്കാം. നമുക്ക് മൾട്ടിപ്പിൾ മോണിറ്റേഴ്സ് ഔട്ട്പുട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഗ്രാഫിക്സ് കാർഡാണ്. നമുക്കൊരു DVI ഇവിടെ കാണുന്നു. നമുക്ക് പിക്ചർ അത്ര ക്ലിയർ അല്ല, എന്നാലും പറഞ്ഞാൽ നമുക്ക് 2 HDMI പോർട്ടും അതേപോലെ 2 ഡിസ്പ്ലേ പോർട്ടും ഒരു DVI പോർട്ടും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് 4 മോണിറ്റർ വരെയൊക്കെ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും ഈ ഒരു ഗ്രാഫിക്സ് കാർഡ് ഉപയോഗിച്ചിട്ട്. 8GB റാം ഉള്ളതുകൊണ്ട് നമുക്ക് നല്ല പെർഫോമൻസ് ആയിരിക്കും കിട്ടുക. നല്ല ചിപ്സെറ്റാണ് RX 580. അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ള ചിപ്സെറ്റാണ്. നമുക്ക് ഗെയിമിങ് ചെയ്യുന്ന ആൾക്കാർക്കും തീർച്ചയായിട്ടും ഗെയിമിങ് ചെയ്യാൻ പറ്റിയ ക്വാളിറ്റി ഉള്ളൊരു ഡിവൈസാണ് സഫയർ പൾസ് AMD Radeon RX 580 എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കിയ കമ്പനി ജിഗാബൈറ്റ് ആണ്. ജിഗാബൈറ്റ് ഓഫ് കോഴ്സ് നമ്മൾ മദർ ബോർഡ് ചൂസ് ചെയ്ത കമ്പനിയാണ്. അപ്പോൾ ഞാൻ ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി ഇതിൽ ജിഗാബൈറ്റിൻ്റെ Radeon RX 560 ആണ് റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ 580 അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ള ചിപ്സെറ്റ് ആണെങ്കിൽ 560 ഒരു മീഡിയം റേഞ്ചിൽ നിൽക്കുന്നതാണ്. നമുക്ക് 3 ഡിസ്പ്ലേ ഔട്ട് എടുക്കാം. ഒരു ഡിസ്പ്ലേ പോർട്ട്, ഒരു VGA അല്ല, ഒരു HDMI, ഒരു DVI, 3 ഡിസ്പ്ലേ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ജിഗാബൈറ്റിൻ്റെ Radeon RX 560 ഗെയിമിംഗ് OC നല്ല കാർഡാണ്. 8350 രൂപയുള്ളൂ. അപ്പോൾ നമുക്ക് സഫയർ പൾസിനേക്കാളും പകുതി എമൗണ്ടിന് നമുക്ക് ഗ്രാഫിക്സ് കാർഡ് കിട്ടും. അപ്പോൾ ഞാനിത് പേഴ്സണലി ടെസ്റ്റ് ചെയ്തിട്ടില്ല, പക്ഷേ ഇത് സപ്പോർട്ടാണ്, macOSന് സപ്പോർട്ടാണ്. കാര്യം സെയിം സീരീസിൽ വരുന്നതുകൊണ്ട് സപ്പോർട്ടായതുകൊണ്ട് നമുക്ക് ഈ കാർഡ് നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയായി കഴിയുമ്പോൾ കമ്പ്യൂട്ടറിൻ്റെ മെയിൻ കമ്പോണൻസുകളെല്ലാം ചൂസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് 2 കാര്യങ്ങളെ നമുക്ക് ബാക്കി നിൽക്കുന്നുള്ളൂ. ഒന്ന് പവർ സപ്ലൈയും, 2 അതിൻ്റെ ക്യാബിനറ്റും. അപ്പോൾ നമുക്ക് പവർ സപ്ലൈയുടെ സെക്ഷനിലേക്ക് ഒന്ന് പോകാം. അപ്പോൾ ഇത്രയും കമ്പോണൻസ് എല്ലാം നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിനി വേണ്ടത് പവർ സപ്ലൈ ആണ്. കാര്യം ഇതെല്ലാം പവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു SMPS ആവശ്യമാണ്. അപ്പോൾ ഞാൻ 2 കമ്പനികളാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഒന്ന് കൂളർ മാസ്റ്ററും 2 കോർസെയറും. 2ഉം ഇൻഡസ്ട്രിയിൽ ലീഡിംഗ് ആയിട്ടുള്ള 2 കമ്പനികളാണ്. ഇപ്പോൾ കോർസെയറിൻ്റെ റാം നമ്മൾ നോക്കി, കോർസെയറിൻ്റെ പവർ സപ്ലൈ ഉണ്ട്. അപ്പോൾ നമ്മൾ പവർ സപ്ലൈ എങ്ങനെ ചൂസ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൊത്തം കമ്പോണൻസിൻ്റെ പവർ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. ഓൺലൈനിൽ പവർ സപ്ലൈ കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉണ്ട്. അത് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ കമ്പോണൻസിൻ്റെ പവറൊക്കെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് അത്രയും ഡീറ്റെയിൽസിലേക്ക് പോകാതെ എളുപ്പം പറഞ്ഞുതരാം. അപ്പോൾ നമ്മളിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്ന കോൺഫിഗറേഷന് വേണ്ടിയിട്ട് നമുക്ക് അത്യാവശ്യം ഒരു 500 വാട്ട്സിന് എബോവെങ്കിലുള്ള പവർ സപ്ലൈ എടുക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. അപ്പോൾ 450 വാട്ട്സിൽ വർക്ക് ചെയ്യുമോ, 400-ൽ വർക്ക് ചെയ്യുമോ ചോദിച്ചാൽ തീർച്ചയായിട്ടും വർക്ക് ചെയ്യും. പക്ഷേ നമ്മൾ അത്യാവശ്യം നല്ല പ്രോസറും ഒരു ഗ്രാഫിക്സ് കാർഡൊക്കെ എടുത്തതുകൊണ്ട് പവർ ഡെലിവറി നല്ല രീതിയിൽ ഇല്ല എങ്കിൽ കമ്പോണൻസ് വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ റിക്വയർഡ് പവറിന് കുറച്ചുകൂടി എബോ ആയിട്ടുള്ള ഒരു പവർ സപ്ലൈ നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് ലൈഫ് ലോങ് ആയിട്ട് നിൽക്കുകയും ചെയ്യും. അതുപോലെ തന്നെ അത് നമുക്ക് സ്റ്റേബിളും ആയിരിക്കും. അപ്പോൾ പവർ സപ്ലൈ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. ഇപ്പം എൻ്റെ കയ്യിൽ കൂളർ മാസ്റ്ററിൻ്റെ ഒരു 500 വാട്ട്സ് പവർ സപ്ലൈ ഉണ്ട്. അത് 2007 പർച്ചേസ് ചെയ്തതാണ്. സ്റ്റിൽ ഇറ്റ്സ് വർക്കിംഗ്. അപ്പോൾ 2007 ഇപ്പോൾ 2020 അപ്പോൾ ആലോചിക്കാമല്ലോ. അപ്പോൾ അന്നൊരു 500 വാട്ട് പവർ സപ്ലൈ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ആ പവർ സപ്ലൈ ഫോർച്ചുനേറ്റ്ലി ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ
കൂളർ മാസ്റ്ററിൻ്റെ ഒരു ക്വാളിറ്റി പേഴ്സണലി ടെസ്റ്റ് ചെയ്ത് ഞാൻ തന്നെ നിങ്ങളുടെ അടുത്ത് പറയുകയാണ്, നല്ല ക്വാളിറ്റിയുള്ള പവർ സപ്ലൈ ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കാലഘട്ടം മാറിയതുകൊണ്ടുള്ള ഡിഫറൻസുകളുണ്ടാകും. കാര്യം ഒരു സമയത്ത് കമ്പ്യൂട്ടറുകൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. അപ്പോൾ ഇപ്പോൾ ഒരുപാട് ഇറങ്ങുന്നതുകൊണ്ട് ബേസിക് കമ്പോണൻസുകളൊക്കെ ചിലപ്പോൾ ക്വാളിറ്റി പിടിക്കാനുള്ള സാധ്യതയുണ്ട് പ്രൈസിങ്ങിന് വേണ്ടിയിട്ട്. പക്ഷേ എന്നാലും കൂളർ മാസ്റ്റർ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പവർ സപ്ലൈ ആണ് ഇറക്കുന്നത്. ഓക്കെ, അപ്പോൾ കൂളർ മാസ്റ്ററിൻ്റെ ഒരുപാട് സീരീസിലുള്ള പവർ സപ്ലൈ ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് 550 വാട്ട്സ് അല്ലെങ്കിൽ 600 വാട്ട്സ്. നമുക്ക് ഇത് രണ്ടിലേതെങ്കിലും ചൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് 600 വാട്ട്സ് തന്നെ നമുക്ക് കൊടുക്കാം. ഓക്കെ, ദർ ഈസ് നോ പ്രൊഡക്ട്സ് ഇൻ യുവർ ക്രൈറ്റീരിയ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നോക്കട്ടെ, ചില മേ ബി അവർ സെയിൽസിൽ കാണില്ലായിരിക്കാം. അപ്പോൾ 550 ഉണ്ടോ എന്നുള്ളത് നോക്കാം നമുക്ക്. ഓക്കെ, 550 വാട്ട്സിൽ 2 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. MW550യും അതേപോലെ തന്നെ MW550 വേർഷൻ 2 2 പവർ സപ്ലൈ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 3400 രൂപയും 4300 രൂപയാണ്. അപ്പോൾ MW ഈ സീരീസ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സീരീസാണ്. കൂളർ മാസ്റ്ററിൻ്റെ പെർഫോമൻസ് സ്റ്റെബിലിറ്റിയൊക്കെ അത്യാവശ്യമുള്ള നല്ലൊരു പവർ സപ്ലൈ ആണ് കൂളർ മാസ്റ്ററിൻ്റെ ഈ MW സീരീസ്. നമുക്ക് ബഡ്ജറ്റിൽ നിൽക്കും. നമുക്കപ്പോൾ കോർസെയറിൻ്റെ പ്രൈസിങ് കൂടി നോക്കാം. അപ്പോൾ കോർസെയർ എനിക്ക് തോന്നുന്നു മേ ബി 600 വാട്ട്സ് കാണും എന്തായാലും. ഓക്കെ, കോർസെയറിൻ്റെ CX 600 ഉണ്ട്. അതിന് 4819 രൂപ വരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ SF 600 കുറച്ചുകൂടി മൊഡുലാറായിട്ടുള്ള പവർ സപ്ലൈ ആണ്, നമുക്ക് അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ CX 600 എന്ന് പറഞ്ഞ പവർ സപ്ലൈ 4819 രൂപയ്ക്കും, ഇവിടെ 550 വാട്ട്സ് 4300 രൂപയ്ക്കും. അപ്പം നിങ്ങൾക്ക് ബഡ്ജറ്റ് അനുസരിച്ചിട്ട് ഒരു 550 അല്ലെങ്കിൽ 600 വാട്ട്സ് ഉള്ള പവർ സപ്ലൈ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ സിസ്റ്റം വളരെ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും. ഓക്കെ, നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള പവർ സപ്ലൈകളാണ് ഈ 2 കമ്പനികൾ ഇറക്കുന്നത്. അപ്പോൾ എനിക്ക് പേഴ്സണലി 2 ബ്രാൻഡ് ഇഷ്ടമാണ്, 2ഉം യൂസ് ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടി ബെറ്റർ കൺസ്ട്രക്ഷൻ ബിൽഡൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കോർസെയറിൻ്റെ പവർ സപ്ലൈകളാണ്. കുറച്ചുകൂടി സ്റ്റഡി ആയിട്ടുള്ള ബിൽഡാണ്. അത് വെച്ചിട്ട് കൂളർ മാസ്റ്റർ മോശമെന്നല്ല, കുറച്ചുകൂടി ഒരു പ്രോ ഫീൽ നൽകുന്നത് കോർസെയറിൻ്റെ പവർ സപ്ലൈകളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 2 ബ്രാൻഡിൽ നിന്നും ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇനി നമുക്ക് അടുത്ത് നോക്കേണ്ടത് ക്യാബിനറ്റാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ കമ്പോണൻസൊക്കെ നമ്മൾ ചൂസ് ചെയ്തു. ഇതെല്ലാം ഫിറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു ക്യാബിനറ്റ് വേണം. അപ്പോൾ ക്യാബിനറ്റ് നമുക്ക് ഇഷ്ടം പോലെ ഓപ്ഷനുകളാണ്. നമുക്ക് പ്രത്യേകിച്ചും RGB ഇല്യൂമിനേഷൻ, RGB ലൈറ്റിംഗ് ഉള്ള ഫാനുകൾ പോലത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മളിവിടെ നേരത്തെ പറഞ്ഞ പോലെ ഒരു മിഡ് റേഞ്ച് ബഡ്ജറ്റിലുള്ള സിസ്റ്റം ആയതുകൊണ്ട് നമുക്ക് പ്രൈസ് കൂടി നമുക്ക് നോക്കണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിന് പറ്റിയൊരു കേസ് ചൂസ് ചെയ്യാം. 2 കേസുകളാണ് റെക്കമെൻഡ് ചെയ്യുന്നത്, കൂളർ മാസ്റ്ററും അതേപോലെ ആൻഡക്കും. വേറെ ഒരുപാട് കമ്പനികളുണ്ട്, ഒരുപാട് ഓപ്ഷനുകൾ നമുക്കുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ നമുക്ക് പെർഫോമൻസ് കിട്ടുന്ന രീതിയിൽ നമ്മുടെ പ്രൈസും നോക്കണമല്ലോ. പെർഫോമൻസ് അല്ല, പ്രൈസ് കൂടി നോക്കണം. അപ്പോൾ കൂളർ മാസ്റ്ററിൻ്റെ ഒരുപാട് ക്യാബിനറ്റുകളുണ്ട്. അപ്പോൾ നമുക്കൊരു ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സിസ്റ്റത്തിന് നമുക്ക് പറ്റിയ ഒരു കേസിലേക്ക് നമുക്കൊന്ന് പോകാം. അപ്പോൾ കൂളർ മാസ്റ്ററിൻ്റെ K501L RGB എന്ന് പറഞ്ഞ ഒരു കേസ്, ഇതിൻ്റെ RGB ഇല്ലാത്ത വേർഷൻ യൂസ് ചെയ്യുന്നുണ്ട് ഞാൻ. അപ്പോൾ RGB നമുക്ക് ഒരു RGB ഫാനൊക്കെ ഫ്രണ്ടിലുണ്ട്. ഈ പിക്ചറിൽ കൊടുത്ത അത്രയും ഫാനൊക്കെ കിട്ടുമെന്ന് അറിഞ്ഞൂടാ. പക്ഷേ എന്നാലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ബിൽഡാണ്, നല്ല സ്പേഷ്യസ് ആണ് ക്യാബിനറ്റ്. അതുപോലെ തന്നെ നമുക്ക് വലിയ പ്രൈസും ഇല്ല, 3299 രൂപയ്ക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റി ഉള്ള ഒരു ക്യാബിനറ്റാണ്. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടി സൈഡൊക്കെ ടെമ്പേർഡ് ഗ്ലാസ്, അതായത് സൈഡ് കുറച്ചുകൂടി ഗ്ലാസ്സൊക്കെ വരുന്ന ഫീലിലുള്ള ഒരു ക്യാബിനറ്റ് വേണമെന്നുണ്ടെങ്കിൽ കൂളർ മാസ്റ്ററിൻ്റെ മാസ്റ്റർ ബോക്സ് സീരീസ് ഉണ്ട്. മാസ്റ്റർ ബോക്സ് സീരീസിലെ MB511 അത്യാവശ്യം നല്ല ക്യാബിനറ്റാണ്. നമുക്ക് സൈഡിൽ ടെമ്പേർഡ് ഗ്ലാസ്സൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് സൈഡിലൂടെയുള്ള വ്യൂ നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ ഇന്നർ കമ്പോണൻസ് ഒക്കെ നമുക്ക് കാണിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ കൂളർ മാസ്റ്ററിൻ്റെ മാസ്റ്റർ ബോക്സ് MB501ലേക്ക് പോവാം. 5900 രൂപയുണ്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബഡ്ജറ്റായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ഈ K501L RGB എന്ന് പറഞ്ഞ മോഡലിലേക്ക് പോവാം. നമ്മുടെ സെക്കൻഡ് ബ്രാൻഡ് ആൻഡക്ക് കുറച്ചുകൂടി കുറഞ്ഞ പ്രൈസിൽ നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ഓപ്ഷൻസ് തരുന്നുണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ ബേസിക് സീരീസുകൾ നോക്കട്ടെ. ഓക്കെ, ഇപ്പോൾ ആൻഡക്കിൻ്റെ N200 RGB അവരുടെ ഏറ്റവും ബേസിക് ഒരു സീരീസാണ്. പക്ഷേ അവർ RGB അതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ആൻഡക്കിൻ്റെ ഇതൊരു നല്ല മോഡലാണ്. ആൻഡക്ക് ഡാർക്ക് അവഞ്ചർ എന്ന് പറഞ്ഞ മോഡൽ 6350 രൂപയ്ക്ക് അത്യാവശ്യം നല്ല RGB ഫീച്ചേഴ്സും ഉണ്ട്. അതേപോലെ തന്നെ സൈഡ് ടെമ്പേർഡ് ഗ്ലാസ് ആണ്. അവരുടെ ഡിസൈൻ നല്ല ഡിസൈനാണ്. അപ്പോൾ ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ക്യാബിനറ്റ് 6500 രൂപയ്ക്ക് N800 എന്ന് പറഞ്ഞൊരു ക്യാബിനറ്റ് ഉണ്ട്. നമുക്ക് കൂളർ മാസ്റ്ററിൻ്റെ അകത്ത് എല്ലാവരും പറയാറുള്ളതാണ്, കൂളർ മാസ്റ്ററിൻ്റെ അകത്ത് കണ്ടില്ലേ H500 എന്ന് പറഞ്ഞൊരു കേസുണ്ട്. അതൊരു ഫേമസ് ആയിട്ടുള്ള കേസാണ്. അതിൻ്റെ വൈറ്റ് മോഡലുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു
ലുക്കൊക്കെ തരുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് കണ്ടില്ലേ 13,400 അതുപോലെ 17,900 ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ലുക്കൊക്കെ നമുക്ക് കിട്ടുന്ന അത്യാവശ്യം ലൈറ്റിംഗ് RGB ലൈറ്റിംഗ് ഉള്ള 2 200mm RGB ഫാനും ബാക്കിലൊരു RGB ഫാനും ഉണ്ട്. അപ്പോൾ 3 ഫാൻ അങ്ങനെ കിട്ടുന്ന ടെമ്പേർഡ് ഗ്ലാസ് സൈഡ് പാനലുള്ള നല്ലൊരു ക്യാബിനറ്റാണ് ആൻഡക്കിൻ്റെ NX800 എന്ന് പറയുന്നത്. 6,500 രൂപ പ്രൈസുള്ളൂ. അപ്പോൾ അതൊരു വലിയൊരു പ്രൈസല്ല. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കമ്പോണൻറ്റ്സ് നിങ്ങൾ ചൂസ് ചെയ്ത സ്ഥിതിക്ക് നിങ്ങൾക്ക് അത്യാവശ്യം ഒരു ഷോ ഓഫ് കൂടി വേണം. ഷോ ഓഫ് അല്ല, നമുക്ക് സിസ്റ്റത്തിന് അത്യാവശ്യം നല്ല എയർ ഫ്ലോയും അതുപോലെ കാണാൻ ഇത്തിരി ഭംഗിയൊക്കെ ഉള്ളത് നല്ലതാണ്. അപ്പോൾ RGB ലൈറ്റിംഗ് കൂടി വരുമ്പോൾ സിസ്റ്റം കാണാൻ നല്ല വൃത്തിയായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആൻഡക്കിൻ്റെ NX800 എന്ന് പറഞ്ഞ മോഡലിലേക്ക് നിങ്ങൾക്ക് പോകാം. 6500 നല്ല ക്യാബിനറ്റാണ്, നല്ല മെറ്റലാണ് ഉപയോഗിച്ചിരിക്കുന്നത്, നല്ല ഫിനിഷുമാണ്. ഓക്കെ, മിഡ് ടവർ ചേസിസ് ആണ്, അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. നമുക്ക് പവർ സപ്ലൈ ഇവിടെ ഹൈഡ് ചെയ്യാനായിട്ടൊരു ഷ്രൗട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരത്തെ കാണിച്ച കൂളർ മാസ്റ്ററിൻ്റെ ഈ ക്യാബിനറ്റിൽ പവർ സപ്ലൈക്ക് ഷ്രൗട്ടൊന്നും വരില്ല, അത് ഓപ്പൺ ആയിരിക്കും. അതേസമയം ഇവിടെ നമുക്ക് പവർ സപ്ലൈ ഒക്കെ ഹൈഡ് ചെയ്ത് കുറച്ചുകൂടി പ്രോ ലെവലിൽ കാണിക്കാൻ പറ്റും നമുക്ക് കേസ്. ഓക്കെ, ഇനി നമ്മൾ കമ്പ്യൂട്ടറിന് വേണ്ട എല്ലാ കമ്പോണൻസും നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ 2 കമ്പോണൻറ്റ് വിട്ടിട്ടുണ്ട്. ഒന്ന് മെക്കാനിക്കൽ ഹാർഡ് ഡ്രൈവും 2 CPU കൂളറുമാണ്. അപ്പോൾ CPU കൂളർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൻ പ്രോസസ്സറിൻ്റെ മുകളിൽ വയ്ക്കുന്ന ഹീറ്റ് സിങ്കും ഫാൻ അസംബ്ലിയാണ്. നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന പ്രോസസ്സറിൻ്റെ കൂടെ അത് വരുന്നുണ്ട്, പക്ഷേ അത് വളരെ സ്റ്റോക്കാണ്. സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ബേസിക് ആണത്. നമുക്ക് കുറച്ചുകൂടി പവർ ഹംഗ്രി ആയിട്ടുള്ള ആപ്ലിക്കേഷനുകളും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ബെറ്റർ കൂളിംഗ് ഉണ്ടെങ്കിൽ പ്രോസസ്സറിന് നമുക്ക് സ്റ്റെബിലിറ്റിയും ലൈഫും കുറച്ചുകൂടി കിട്ടും. അപ്പം നമ്മൾ ബേസിക് ബോക്സിൽ വരുന്ന കൂളർ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. പക്ഷേ നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു CPU കൂളർ വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും, നിങ്ങൾക്ക് പ്രോസസ്സറിന് ലൈഫ് കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ഒരു CPU കൂളറിലേക്കാണ് നമ്മൾ പോകുന്നത്, കൂളിംഗ് സിസ്റ്റം. അപ്പോൾ ഇവിടെ കൂളർ മാസ്റ്റർ എടുക്കുന്നു, ആൻഡൊക്കെ എടുക്കുന്നു. അപ്പോൾ കൂളിംഗ് സിസ്റ്റങ്ങൾ നല്ല പ്രൈസും നല്ല കോംപ്ലിക്കേഷനൊക്കെ ഉള്ള സിസ്റ്റങ്ങളുണ്ട്. കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വാട്ടർ ലൂപ്പൊക്കെ കസ്റ്റമൈഡ് വാട്ടർ ലൂപ്പൊക്കെ ഉപയോഗിക്കാം. അതേപോലെ തന്നെ AO കൂളേഴ്സ്, അതായത് ഓൾ ഇൻ വൺ ലിക്വിഡ് കൂളേഴ്സൊക്കെ ഉപയോഗിക്കാം. ബേസിക്കായിട്ട് വരുന്ന ഹീറ്റ് സിങ്ക് ഫാൻ അസംബ്ലി വരുന്ന കൂളേഴ്സ്. സോ ഞാനിപ്പം ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്ന CPU കൂളർ ഉണ്ടല്ലോ, ഇപ്പം നമുക്കിവിടെ ഇത് ഒരു ഓൾ ഇൻ വൺ ലിക്വിഡ് കൂളറാണ്. ലിക്വിഡാണ് ഇതിൻ്റെ അകത്ത് കൂളിങ്ങിന് വരുന്നത്. ആ കൂളിങ്ങിൽ തന്നെ RGB ഒക്കെ വരുന്നുണ്ട്. സോ നോക്കിക്കഴിഞ്ഞാൽ വളരെ പ്രൈസിയാണ്. അപ്പോൾ ലിക്വിഡ് കൂളേഴ്സ് ഞാൻ പൊതുവേ റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാര്യം നമ്മൾ ബേസിക് മ്യൂസിക് പ്രൊഡക്ഷൻ പർപ്പസ് ആയതുകൊണ്ടും മിഡ് റേഞ്ച് സിസ്റ്റം ആയതുകൊണ്ടും വാട്ടർ കൂളിങ്ങിലേക്ക് അല്ലെങ്കിൽ ലിക്വിഡ് കൂളിങ്ങിലേക്ക് പോകണമെന്നില്ല. ബഡ്ജറ്റ് ഉള്ളവർക്ക് പോകാം. അപ്പോൾ നമുക്കൊരു എയർ കൂളർ തന്നെ സഫിഷ്യൻ്റ് ആയിരിക്കും നമ്മുടെ വർക്കിന്. അപ്പോൾ നമുക്ക് ഇവിടെ ഞാൻ കാണിക്കുന്നത് ആൻഡക്കിൻ്റെ A400 RGB എന്ന് പറഞ്ഞൊരു എയർ കൂളറാണ് കാണിക്കുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള കൂളറാണ്, വലിയ ഫാനാണ് ഇതിൽ വരുന്നത്. നമുക്ക് വലിയ പ്രൈസും ഇല്ല. ഇതിൽ RGB നമുക്ക് കൺട്രോളൊന്നും ചെയ്യാൻ സാധിക്കില്ല, പക്ഷേ നല്ല കൂളിംഗ് പെർഫോമൻസ് ഉണ്ട്. നമുക്ക് അത്യാവശ്യം ഒരു ലൈറ്റിംഗ് ഇതിൽ കിട്ടും. 2,520 രൂപയ്ക്ക് കിട്ടാവുന്ന നല്ലൊരു എയർ കൂളറാണ് ആൻഡക്കിൻ്റെ A400 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ A30 എന്ന് പറയുന്നുണ്ട്, ഇത് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇത് രണ്ടും ഉണ്ട്, പക്ഷേ ഇത് ചെറിയ കൂളറാണ്, ഇത് അത്യാവശ്യം വലിയ കൂളറാണ്. ഇനി നമ്മൾ ഇവിടെ നമുക്ക് കൂളർ മാസ്റ്ററിൻ്റെ എയർ കൂളേഴ്സ് കൂടെ നോക്കാം. ഒരുപാട് മോഡൽസ് ഉണ്ട്. കൂളർ മാസ്റ്ററിൻ്റെ ഒരു ഫേമസ് ആയിട്ടുള്ള എയർ കൂളർ ഹൈപ്പർ 212 LED. നോക്കട്ടെ എവിടെയാണ് വരുന്നത്. നമുക്ക് കൂളർ മാസ്റ്ററിൻ്റെ കാറ്റഗറി ഹൈപ്പർ 212 LED 3000 റുപ്പീസാണ് വരുന്നത്. ഇത് അഡ്രസ്സബിൾ LED ഫാനൊന്നുമല്ല, 3-4 റെഡ് LEDs ഇവിടെ കാണും. അപ്പോൾ ഇത് നല്ലൊരു കൂളറാണ്. ഹൈപ്പർ 212 EVO ഹൈപ്പർ 212X എന്നൊക്കെ പേരിലായിരുന്നു മുമ്പ് ഉണ്ടായിരുന്നത്. ആ സമയത്ത് വെറും ബ്ലാക്ക് ഫാനായിരുന്നു. ഇപ്പം ഒരു LED കൂടി അവർ ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട്, 4 LED കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൂളർ ചൂസ് ചെയ്യേണ്ട ആൾക്കാർക്ക് ചൂസ് ചെയ്യാൻ നല്ല കൂളറാണ്. ഓക്കെ, ആൻഡക്കിൻ്റെ കൂളറും ഇതേപോലെ ഹീറ്റ് പൈപ്പൊക്കെ വരുന്ന നല്ല കൂളറാണ്. ഒരു സിമിലർ കൺസ്ട്രക്ഷൻ തന്നെയാണ്. അപ്പോൾ ബഡ്ജറ്റ് കുറച്ച് കുറവാണ് നമുക്ക് ആൻഡക്കിന്, അതുകൊണ്ട് പെർഫോമൻസ് ഒന്നും കുറവില്ല. 2,520 രൂപ ബഡ്ജറ്റ് വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് നല്ല സെയിം വലിപ്പം തന്നെയുള്ള നമ്മുടെ കൂളർ മാസ്റ്ററിൻ്റെ അതേ വലിപ്പവും അതേ പെർഫോമൻസൊക്കെ തരുന്ന കൂളറാണ്. പക്ഷേ പ്രൈസ് ഇത്തിരി കൂടി നമുക്ക് കുറവുണ്ട്. അപ്പോൾ കൂളർ മാസ്റ്ററിലേക്ക് പോകുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇച്ചിരി കൂടി പ്രൈസുണ്ട്. കൂളർ മാസ്റ്ററിൻ്റെ ഫാൻസുകളുടെ പ്രത്യേകത നല്ല ഫാനാണ്, അവർ കുറച്ചുകൂടി സൈലൻ്റ് ആയിട്ടുള്ള ഫാനാണ് വരുന്നത്. ആൻഡക്കിനും എനിക്ക് ഉപയോഗിച്ചിട്ട് അത്ര നോയ്സി ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ല. മാത്രമല്ല നമുക്ക് മദർ ബോർഡ് ഉപയോഗിച്ചിട്ട് ഫാനിൻ്റെ സ്പീഡൊക്കെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. സോ ഇതിൽ രണ്ടിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഇത് മാൻഡേറ്ററി അല്ല, നിങ്ങൾക്ക് ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ചൂസ് ചെയ്താൽ മതി. നെക്സ്റ്റ് നമ്മൾ മെക്കാനിക്കൽ ഹാർഡ് ഡ്രൈവ്സ്. മെക്കാനിക്കൽ ഹാർഡ് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ SSD ചൂസ് ചെയ്തത് കമ്പ്യൂട്ടറിൻ്റെ മെയിൻ OS ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
അപ്പോൾ ഇപ്പം നമുക്ക് നമ്മുടെ ഡാറ്റ അതർ കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ട് സൗണ്ടും ലൈബ്രറീസും അതുപോലെ പ്രൊജക്ട്സൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ട് നമുക്ക് എക്സ്ട്രാ ഡ്രൈവ് വേണം. അപ്പോൾ അതിന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഡ്രൈവ് എന്ന് പറയുന്നത് സീഗേറ്റിൻ്റെ ബാരാക്കോഡ എന്ന് പറഞ്ഞ സീരീസിലാണ്. ബാരാക്കോഡ സീരീസ് ഒരുപാട് സീരീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം 5400 RPM വരുന്ന ഡ്രൈവുകൾ ചൂസ് ചെയ്യാതിരിക്കുക, 7200 RPM ഉള്ള ഡ്രൈവ് ചൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ 7200 RPM ഡ്രൈവിൻ്റെ പ്രത്യേകത നമുക്ക് നല്ല സ്പീഡായിരിക്കും, പെർഫോമൻസും ആയിരിക്കും. ഇപ്പോൾ 5400 RPM ഡ്രൈവ് സ്ലോ ആയിരിക്കുന്നത് കൂടുതലും സ്റ്റോറേജ് പർപ്പസിന് ഇത് ഓക്കെയാണ്. പക്ഷേ നമുക്ക് റെക്കോർഡിങ് അതേപോലെ ഇപ്പം വീഡിയോയുടെ എഡിറ്റിംഗ് ഒക്കെ വരുന്ന ആൾക്കാർക്ക് ഈ ഡ്രൈവ് വളരെ സ്ലോ ആയിരിക്കും, ടൈം ലൈനൊക്കെ റൺ ചെയ്യാൻ ഭയങ്കര പ്രയാസമായിരിക്കും. അപ്പോൾ 7200 RPM വരുന്ന സീഗേറ്റിൻ്റെ ബറാക്കോഡ സീരീസിലുള്ള ഡ്രൈവുകൾ ഉണ്ട്, നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇവിടെയൊക്കെ വലിയ കപ്പാസിറ്റിയൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് 2 TB ഡ്രൈവ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ 7200 RPM സെലക്ട് ചെയ്യാൻ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സീഗേറ്റിൻ്റെ ബറാക്കോഡ അവർ കാണിക്കുന്നില്ല, പകരം സ്കൈഹോക്കാണ് കൊടുത്തിരിക്കുന്നത്. സീഗേറ്റിൻ്റെ സ്കൈഹോക്കിൽ 7200 RPM വരുന്നുണ്ടെന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ 2 TB ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. നമുക്ക് 7200 RPM വരുന്ന എത്ര ഹാർഡ് ഡിസ്കുകളുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ 7200 RPM വരുന്ന ഒരുപാട് ഹാർഡ് ഡിസ്കുകളുണ്ട്. അപ്പോൾ ഇവിടെ സ്കൈഹോക്ക് സീരീസ് 7200 ഉണ്ടെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ സീഗേറ്റിൻ്റെ ബറാക്കോഡ 7200 RPM വരുന്ന ഹാർഡ് ഡിസ്കുകളുണ്ട്. അപ്പോൾ നമുക്കിവിടെ നോക്കാം. സീരീസൊക്കെ ഇടയ്ക്ക് മാറിക്കൊണ്ടിരിക്കും, അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയുന്നതിൽ തന്നെ കറക്റ്റ് കിട്ടിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ എനിവേ 7200 RPM വരുന്ന സീഗേറ്റിൻ്റെ സ്കൈഹോക്ക് എന്ന് പറഞ്ഞ ഹാർഡ് ഡിസ്ക് കൂടെ കൊടുത്തിട്ടുണ്ട്. 4575 രൂപയാണ് 2 TBക്ക്. അപ്പോൾ നമുക്ക് എക്സ്ട്രാ ഒരു മെക്കാനിക്കൽ ഹാർഡ് ഡ്രൈവ് വേണം നമ്മുടെ പ്രൊജക്ട്സും അതേപോലെ തന്നെ സൗണ്ട്സൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ട്. നമുക്ക് ഈ 2 TBയുടെ ഡ്രൈവ് നമുക്ക് ചൂസ് ചെയ്യാം. 4 TB കുറച്ചുകൂടി പ്രൈസ് കുറവാണ് ഇപ്പം, കാര്യം ഹാർഡ് ഡിസ്കുകളുടെ പ്രൈസുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ 2 TBയേക്കാളും 4 TB കപ്പാസിറ്റി വേണമെന്നുണ്ടെങ്കിൽ 4 TBയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് മദർ ബോർഡിലെ പോർട്ടുകൾ ഒരുപാട് ഉപയോഗിക്കേണ്ടി വരില്ല. കൂടുതൽ നമ്പർ ഓഫ് ഹാർഡ് ഡിസ്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനേക്കാളും എത്രയും നല്ലത് നമുക്ക് കൂടുതൽ കപ്പാസിറ്റിയുള്ള കുറഞ്ഞ നമ്പർ ഹാർഡ് ഡിസ്ക് ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ 4 TB ഇവിടെ സീഗേറ്റിൻ്റെ ഹാർഡ് ഡിസ്ക് കൊടുത്തിട്ടുണ്ട്, സ്കൈഹോക്ക് കൊടുത്തിട്ടുണ്ട് 8649 രൂപ. അപ്പോൾ നമുക്ക് 4 TB പോകുന്ന ആൾക്കാർക്ക് 4 TB പോകാം. ഇവിടെ കുറച്ചുകൂടി വലിയ കപ്പാസിറ്റിയുള്ള WDയുടെ ഡ്രൈവുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. വലിയ കപ്പാസിറ്റി അല്ല, പെർഫോമൻസ് കൂടുതലുള്ള ഡ്രൈവുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുന്നത് സീഗേറ്റിൻ്റെ ബറാക്കോഡ എന്ന് പറഞ്ഞ സീരീസാണ്. അപ്പോൾ സൈറ്റിനകത്ത് അത് കൃത്യമായിട്ട് കാണാനില്ല, പക്ഷേ ബറാക്കോഡ സീരീസ് ആക്ച്വലി 7200 RPM വരുന്ന 2 TB ഡ്രൈവുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സ്പെസിഫിക്കേഷൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എനിവേ നമുക്ക് നമ്മുടെ ഈ ഒരു സെഗ്മെൻറ്റ് നമുക്ക് റാപ്പ് ചെയ്യാം. അപ്പോൾ അത്യാവശ്യം ഇൻഫോർമേറ്റീവ് ആയി ഈ ഒരു വീഡിയോ എന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വീഡിയോ അത്യാവശ്യം ലെങ്തി ആയിട്ടുണ്ട്. നമ്മൾ മിസ് ചെയ്തൊരു കാര്യം ഉണ്ടായിരുന്നു, വാറണ്ടിയുടെ കാര്യം. യെസ്, നമ്മൾ അതിനെക്കുറിച്ച് കൂടി നമുക്ക് പറഞ്ഞിട്ട് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ വാറണ്ടിയുടെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ CPU എടുത്തു കഴിഞ്ഞാൽ പ്രോസറിന് 3 ഇയർ വാറണ്ടി ഉണ്ട്. 3 ഇയർ വാറണ്ടി പ്രോസറിനുണ്ട്. നമ്മൾ മദർ ബോർഡ് എടുത്തു കഴിഞ്ഞാലും 3 ഇയർ വാറണ്ടി ഉണ്ട്. ഗ്രാഫിക്സ് കാർഡിനും 3 ഇയർ വാറണ്ടി ഉണ്ട്. യെസ്, 3 ഇയേഴ്സ് ഉണ്ട്. എല്ലാ ഗ്രാഫിക്സ് കാർഡിനും ഇല്ല, ചിലപ്പോൾ ചില കാർഡിന് ഒരു കൊല്ലം കാണത്തുള്ളൂ. അപ്പോൾ നോക്കണത്. അതേപോലെ നമ്മുടെ SMBSകൾക്കൊക്കെയും 3 ഇയർ വാറണ്ടി വരുന്നുണ്ട്. ക്യാബിനറ്റ് നമ്മൾ പ്രത്യേകിച്ച് നോക്കേണ്ട 1 ഇയർ വാറണ്ടിയാണ് ക്യാബിനറ്റിന് വരുന്നത്. അതിൽ കൂടുതൽ വാറണ്ടി ചില ക്യാബിനറ്റുകൾ 2 ഇയർ വാറണ്ടി ഉണ്ട്. നമ്മൾ സീഗേറ്റിൻ്റെ ബറാക്കോഡ സീരീസ് എടുത്തു കഴിഞ്ഞാൽ 2 ഇയർ വാറണ്ടിയാണ് വരുന്നത്. CPU ഫാൻസിന് നമുക്ക് അഡീഷണൽ ഇൻഫർമേഷനിൽ വാറണ്ടി കൊടുത്തിട്ടില്ല. എനിവേ 1 ഇയർ വാറണ്ടി എന്തായാലും അതിന് കാണും. ഓക്കെ, നമ്മൾ SSD ഒക്കെ തന്നെയും 3 ഇയർ വാറണ്ടിയാണ് വരുന്നത്. റാമിന് ലൈഫ് ടൈം വാറണ്ടിയുള്ള റാമുകളാണ് കൂടുതലായിട്ടും. നമുക്ക് ഏതെങ്കിലും റാമിൻ്റെ ഒന്ന് നോക്കാം, ഡീറ്റെയിൽ നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഈ ട്രൈഡൻസിൻ്റെ നോക്കുന്നു വാറണ്ടി ഒന്ന് നോക്കാനായിട്ട്. അപ്പോൾ അഡീഷണൽ ഇൻഫർമേഷനിൽ വാറണ്ടി 10 ഇയേഴ്സാണ്. ഓക്കെ, സോ നമുക്ക് റാമിന് അത്യാവശ്യം നല്ല വാറണ്ടി കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രോഡക്റ്റ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. കാര്യം ഇത്രയും വാറണ്ടി അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനർത്ഥം പ്രോഡക്റ്റിന് അതിൻ്റെ ക്വാളിറ്റി കാണും. ഓക്കെ, അപ്പോൾ നമ്മൾ അത്യാവശ്യം എല്ലാ കമ്പോണൻസിൻ്റെയും വാറണ്ടിയും കാര്യങ്ങളൊക്കെ നോക്കി. അപ്പോൾ പൊതുവിൽ 3 ഇയർ വാറണ്ടി എല്ലാ കമ്പോണൻറ്റിനും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ചൂസ് ചെയ്തിരിക്കുന്ന സിസ്റ്റം അത്യാവശ്യം നമുക്ക് ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റിയ മിഡ് റേഞ്ച് ബഡ്ജറ്റിൽ, ലോ ബഡ്ജറ്റില്ല, മിഡ് റേഞ്ച് ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റിയ മ്യൂസിക് പ്രൊഡക്ഷൻ ഉപയോഗിക്കാൻ പറ്റിയ ഒരു കമ്പ്യൂട്ടറാണ്. അപ്പോൾ നമ്മളൊരു അഡീഷണൽ ഗ്രാഫിക്സ് കാർഡ് ഇടുന്നതുകൊണ്ട് തന്നെ നമുക്ക് മ്യൂസിക് പ്രൊഡക്ഷൻ മാത്രമല്ല ഗെയിമിംഗ് വേണമെങ്കിൽ ഗെയിമിംഗ് നോക്കാം താല്പര്യമുള്ള ആളുകൾക്ക്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ macOS ഹാക്കിൻതോഷ് കമ്പാറ്റബിൾ ആയിട്ടുള്ള സിസ്റ്റമാണ്. ഈ സിസ്റ്റം പെർഫെക്റ്റ് ആയിട്ട് ഹാക്കിൻതോഷ് റൺ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ലോജിക് ബേസ്ഡ് മ്യൂസിക് പ്രൊഡക്ഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഈ കമ്പോണൻസ് യൂസ് ചെയ്തിട്ട് സിസ്റ്റം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇൻഫോർമേറ്റീവായി എന്ന് വിചാരിക്കുന്നു.
ഒരുപാട് ഡീറ്റെയിൽഡായിട്ട് പല കമ്പോണൻസിനെ കുറിച്ച് നമുക്ക് പറയാനുണ്ട്. പക്ഷേ നമ്മുടെ സമയം ഇപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു വീഡിയോ ഒരുപാട് ലെങ്തി ആയി. പക്ഷേ എങ്കിലും എല്ലാവരും വീഡിയോ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ കാണുക. പ്രത്യേകിച്ചും പുതിയ കമ്പ്യൂട്ടറൊക്കെ സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ തീർച്ചയായിട്ടും നിങ്ങൾക്കിതൊരു ഹെൽപ്ഫുള്ളായിരിക്കും. മാത്രമല്ല ഇതിൽ ഒരുപാട് കമ്പോണൻസും നമ്മൾ പേഴ്സണലി എടുത്ത് സെറ്റ് ചെയ്ത് പെർഫെക്റ്റ് ആയതാണ്. പെർഫെക്റ്റ് കോമ്പിനേഷനാണിത്. തീർച്ചയായിട്ടും നന്നായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് വിൻഡോസ് 10 ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ കമ്പ്യൂട്ടറാണിത്. അതുപോലെ തന്നെ പുതിയ ആപ്ലിക്കേഷനുകൾ, അപ്പോൾ നമുക്ക് മ്യൂസിക് പ്രൊഡക്ഷനുള്ള ക്യൂബേസ്, ലോജിക് പ്രോ, പ്രോ ടൂൾസ് മുതലായ സോഫ്റ്റ്വെയർസൊക്കെ വളരെ സ്മൂത്തായിട്ട് റൺ ചെയ്യാൻ പറ്റും. ഇനി FL സ്റ്റുഡിയോ ഉപയോഗിക്കുന്നവർക്ക്, ഏബിൾട്ടൺ ലൈവ് ഉപയോഗിക്കുന്നവർക്കൊക്കെ തന്നെയും വളരെ സ്മൂത്തായിട്ട് ഈ സിസ്റ്റം റൺ ചെയ്യും. അതുപോലെ നമുക്ക് വലിയൊരു ബഡ്ജറ്റിലേക്ക് പോയിട്ടില്ല, നമ്മൾ താഴ്ന്ന ബഡ്ജറ്റിലേക്ക് പോയിട്ടില്ല, ഒരു മീഡിയം ബഡ്ജറ്റിൽ നിൽക്കുന്ന എല്ലാ സോഫ്റ്റ്വെയർസും വളരെ ഭംഗിയായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു സിസ്റ്റമാണ്. ഓക്കെ, അപ്പോൾ വീഡിയോ എൻഡ് ചെയ്യാണ് ഇവിടെ. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആയെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് പുതിയൊരു കണ്ടന്റുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ഗുഡ് ബൈ.